നിനക്ക് ചങ്കൂറ്റമുണ്ടോ ഖുറാഫി? മുസ്ലിയാരെ നിനക്ക് ചങ്കൂറ്റമുണ്ട് എങ്കിൽ നിനക്കെതിരെ ഇതേ ചാനലിൽ വെച്ച്, മീഡിയ ഫോക്കസ് എന്ന് പറയുന്ന ഇതേ ചാനലിൽ വെച്ച് നിനക്കെതിരെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ബഹുമാന്യനായ മുനീർ ഷറഫി. മറുപടി പറ. നീ കണ്ടഭാവം നടിച്ചില്ല, മുങ്ങിയല്ലേ ചെയ്തത്. നീ ആൺകുട്ടിയാണ് എങ്കിൽ എന്നെ മറുപടി പറ. മനസ്സിലായല്ലോ? നീ ആൺകുട്ടിയാണെങ്കിൽ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്. സുഹൃത്തുക്കളെ, ഇദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ കണ്ടു അതിന് ഒരു മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി ഇദ്ദേഹം ഇതിൽ 1-2 ആരോപണങ്ങളാണ് ഈ മറുപടിയിൽ തരുന്നത്. മറ്റൊന്നുമല്ല, ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ബിദ്അത്തിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന ബിദ്അത്തിന്റെ ഡെഫിനിഷനും ഇവരുടെ തന്നെതായ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ആധുനിക പരിപാടികളൊക്കെയും അത് ബിദ്അത്തായി വരുന്നു. ഉദാഹരണത്തിന് ഇവർ നടത്തുന്ന പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന പരിപാടി ഇവർ പറയുന്ന വിശദീകരണം അടിസ്ഥാനത്തിൽ തന്നെ അത് ബിദ്അത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞപ്പോൾ പുരോഹിതൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യമായി നാം കേൾക്കുന്നത്. പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു ദാവാ സംരംഭമാണ്. ഞങ്ങളുടെ ഭാഷയിൽ അത് ബിദ്അത്താണ് എന്ന് മുസ്ലിയാർ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ല. ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്. ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ആദ്യമായി ബിദ്അത്തിന് ഇവരുടെ പരിപാടിയാകുന്ന പ്രൂഫ് പോയിന്റിൽ തന്നെ പറഞ്ഞ താരീഫ് ഡെഫിനിഷൻ നമുക്കൊന്ന് ശ്രമിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനിയായി കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ പിന്നെ നബിയുടെ കാലശേഷം നടപ്പിലാക്കുമ്പോഴാണ് അതിന് ബിദ്അത്ത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിലാക്കാത്ത ദീനിയായ കർമ്മങ്ങൾ പിൽക്കാലത്ത് നടപ്പിലാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പിൽക്കാലത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ദീനിയാകാനുള്ള മാനദണ്ഡം എന്ന് ഇവർ തന്നെ ഉദാഹരണ സഹിതം പറയുന്നത് നമുക്കൊന്ന് ശ്രമിക്കാം. പള്ളിയിലൊക്കെ ഒരു AC കൊടുക്കണ നേരത്ത് അന്ന് മൂപ്പര് വെള്ളത്തുണി ഇരിക്കണം, വെള്ളക്കുപ്പായിടണം, വെള്ളത്തൊപ്പിടണം, എന്നിട്ട് ഇങ്ങനെ ജാഥയായിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെ പോയിക്കാണ്ട് ആ AC വെച്ചാലേ കൂലി കിട്ടുള്ളൂ എന്ന് പറയുന്നത് ആ AC ഒക്കെ ബിദ്അത്ത് തന്നെയാണ്. അത് സംശയമില്ല. എന്നിട്ട് AC കൂലി ഇട്ടില്ല മാത്രമല്ല കുറ്റം കിട്ടും, പറ്റൂല. ഇനിയല്ല, എന്നിട്ട് ടൈലിൻ്റെ വണ്ടി വരുമ്പോൾ എന്താക്കുക, എല്ലാവരും കൂടി ഇങ്ങനെ വരിയായിട്ട് എന്താക്കുന്നു, വരി മൗലൂദ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒന്നിച്ചിട്ട് വരും. പ്രത്യേക ദിവസം അതിന് ടൈല് വെക്കാൻ വേണ്ടി പ്രത്യേക ദിവസം കാണുക, അത് ഇനി പ്രത്യേകം മൗലൂദ് അല്ലിക്കാണ്ട് ഇറക്കുക, അല്ലെങ്കിൽ ഇനി ഫാത്തിഹ ഓതി ഇറക്കുക. ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരികയാണെങ്കിൽ ഇതിനെന്ത് കാണുന്നു, ദീനായി കാണും. ആ നിലക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് ബിദ്അത്ത്. അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത ഇയാൾ ഉദാഹരണം പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഫാനും അതുപോലെ ടൈൽസും അങ്ങനെ തുടങ്ങിയ ഹബീബായ തങ്ങളുടെ കാലത്തില്ലാത്ത പുതിയ പുതിയ സംഭവങ്ങൾ അത് ദീനിയാകാനുള്ള മാനദണ്ഡം, ബിദ്അത്താകാനുള്ള മാനദണ്ഡം ഇവർ പറയുന്നത് കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ സലാം കൊണ്ട് തുടങ്ങി ഹംദും സ്വലാത്തും ചൊല്ലി അവസാനിപ്പിക്കുന്ന പ്രൂഫ് പോയിന്റിനെ കുറിച്ച് ബിദ്അത്ത് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവർ പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരുടെ പരിപാടി ബിദ്അത്താണെന്ന് പറയുന്നത്. ഇവർ വിശദീകരിച്ച് ഇവരുടെ നേതാക്കൾ കുളമാക്കുന്നു, അനുയായികൾ അതിൽ പെട്ടുപോകുന്നു. ഇതാണ് വാസ്തവം. നമ്മൾ പറയുന്നുണ്ടത്രേ നമ്മൾ മദ്ഹ് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു അത്രേ എന്ത് മദ്ഹ് പാടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു അത്രേ മദ്ഹ് പാടില്ല എന്ന്. അത് ഞാനല്ല പറഞ്ഞത് പ്രിയമുള്ള സുഹൃത്തെ, നിങ്ങളുടെ നേതാവ് തന്നെയാണ് പറയുന്നത്. മുജാഹിദ് ബാലുശ്ശേരി തന്നെയാണ് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞോ നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല, വെറുതെ പറയാം, വെറുതെ. അപ്പൊ കേട്ടില്ലേ, ഇവരുടെ നേതാവ് തന്നെയാണ് പറയുന്നത് മദ്ഹ് പറയാൻ ഖുർആനിലോ ഹദീസിലോ തെളിവില്ല, മദ്ഹ് പറയാനല്ല പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ നേതാവ് പറയുന്നു. അതിനെ നിഷേധിക്കുകയാണ്. പക്ഷേ ഇവിടെ രസകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ ഇദ്ദേഹം വളച്ചൊടിച്ച് വെള്ളപൂശാനുള്ള പരിപാടിയിലാണ്. എന്നാൽ വെള്ളപൂശാനൊന്നും നിൽക്കേണ്ടതില്ല. കൃത്യമായി അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ടുകൊണ്ട് ഇത് ഇന്നതിനല്ല പറഞ്ഞത് എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഏതായിരുന്നാലും അടുത്ത സംഭവം എന്നാൽ അടുത്ത ആരോപണത്തിലേക്ക് കടക്കുകയാണ്. എന്റെ വിശദീകരണം വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കൊടുക്കാം. ഇനി നോക്കൂ, നിങ്ങൾ പാടില്ലാത്ത മദ്ഹ് ഏതാണ് എന്ന് മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൈവമാക്കുന്ന വിഷയത്തിലോ ദൈവ അവതാരമാക്കുന്ന വിഷയത്തിലോ ഒരിക്കലും മദ്ഹ് ചെയ്യാൻ പാടില്ല. അത് അമിതമായി മദ്ഹ് ചെയ്യലാണ്.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവമാക്കുന്ന രൂപത്തിൽ, ദൈവാവതാരമാക്കുന്ന വിഷയത്തിൽ ആ രൂപത്തിലുള്ള മദ്ഹുകൾ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. അത് ഞാൻ മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മങ്കൂസ് മൗലീദാണല്ലോ അവിടെ ചർച്ചയ്ക്ക് പ്രൂഫ് പോയിന്റിൽ നമ്മൾ എടുത്തിരുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണല്ലോ നമ്മൾ മറുപടിയായിട്ട് അത് പറഞ്ഞത്. അതിനാണല്ലോ മുസ്ലിയാർ മറുപടിയുമായിട്ട് വന്നത്. മുസ്ലിയാർ ആ മങ്കൂസ് മൗലീദിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്ന ഒട്ടനവധി വരികളില്ലേ? ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്ന വരികളുണ്ട്. അതുകൊണ്ട് അത് ശിർക്കാണെന്ന് എവിടുന്ന് കിട്ടി മൗലവി? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്നത് കൊണ്ട് ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഇല്ലേ എന്നുള്ളത് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. വളരെ ബഹുമാനത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ മറുപടി പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്നുണ്ട് എന്നതുകൊണ്ട് അവിടെ ശിർക്ക് വരുന്നില്ല. ശിർക്ക് വരാനുള്ള മാനദണ്ഡം കേവലം വിളിച്ചു തേടി എന്നതുകൊണ്ട് ശിർക്ക് വരികയില്ല. നാം നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടാണ് ഓരോ നിസ്കാരത്തിലും നാം തേടുന്നത്. ഇതുകൊണ്ട് നിസ്കാരത്തിൽ ശിർക്ക് ചെയ്തു എന്ന് ആരെങ്കിലും പറയാൻ കഴിയുമോ? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ച് തേടിയാലേ ശിർക്കാകുള്ളൂ എന്ന് മാന്യമായി മുസ്ലിയാരോട് ചോദിക്കുകയാണ്. അത് ആരങ്ങൾ പഠിപ്പിച്ചത്? ഇങ്ങനെ ഒരു താരീഫ്, ഇങ്ങനെ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത്? പരിശുദ്ധ ഖുർആനിലാണ് പ്രിയമുള്ള സുഹൃത്തെ ഉള്ളത്. ഈമാനിന്റെ കൂടെ മറ്റു വസ്തുക്കളെ കലർത്തുമ്പോഴാണ് അവിടെ ശിർക്ക് വരിക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലുള്ള സംഭവമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എന്റെ വക കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ലമ്മ നസലത്ത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിഗുൽമിൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ, ഗുൽമിനോട് കലർത്താത്ത മുഅ്മിനീങ്ങൾ എന്ന ആ അർത്ഥം കുറിക്കുന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുനാ ലം യദ്ലിം നഫ്സ, നബിയെ ഞങ്ങളിൽ ആരാണ് ദുൽമ ചെയ്യാത്തവരായിട്ടുള്ളത്? എല്ലാവരും സ്വശരീരത്തോട് ദുൽമ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്നും മുഅ്മിനീങ്ങളാവുകയില്ലേ എന്ന് ഭയന്നുകൊണ്ട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഫഅൻസലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിറക്കി, ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാൻ ദുൽമിനോട് കലർത്താത്തവർ. അപ്പോൾ ദുൽമിനോട് ഈമാൻ കലരുക എന്ന് പറയുന്ന പരിപാടി എന്താണ്? അത് ശിർക്കാണ്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ തഫ്സീർ ചെയ്ത് പഠിപ്പിക്കുന്നത്. അഥവാ ഒരു കാര്യം ശിർക്കാകാനുള്ള മാനദണ്ഡം ഈമാനിനെ മറ്റു വസ്തുക്കളോട് ഹൽത്താക്കലാണ്, എങ്കിൽ മാത്രമേ അവിടെ ശിർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ശിർക്ക് എന്ന് പറയുന്നതും കുഫ്ർ എന്ന് പറയുന്ന കാര്യങ്ങളുമൊക്കെ. അതല്ലാതെ കേവലം ഒരു കാര്യം വിളിച്ചതുകൊണ്ട് ശിർക്ക് ആരോപിക്കുന്നത് ശരിയല്ല മൗലവി. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തെ, എന്റെ വക പറഞ്ഞ ഡെഫിനിഷൻ അല്ല, പരിശുദ്ധ ഖുർആനിൽ നിന്നും തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തുറന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടി നമ്മളൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇലാഹാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വരിയെങ്കിലും നിങ്ങൾക്കതിൽ കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ നബിയെ ഇലാഹാക്കി ചിത്രീകരിക്കുന്ന ഒരു വരിയെങ്കിലും മങ്കൂസ് മൗലിദിൽ കാണിക്കുക സാധ്യമാണോ എന്നാണ് മുസ്ലിയാർ. അതെ, ആ ചോദ്യം വെറുതെ ചോദിച്ചതല്ല. കാരണം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് നാം എല്ലാം മാഷറ വൻസഭയിൽ ചെല്ലുമല്ലോ. ഒരു രക്ഷയ്ക്ക് വേണ്ടി നാം എല്ലാം നെട്ടോട്ടം ഓടുന്ന അവസരത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ നാം ചെല്ലും. ആ ചെല്ലുന്ന അവസരത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹ്, ഞാൻ ശുപാർശ ചെയ്യാൻ, ഞാൻ ശഫാഅത്ത് ചെയ്യാൻ അർഹനല്ല, എനിക്കതിന് പ്രയാസമുണ്ട്. കാരണം അള്ളാഹുവിന് പുറമെ ജനങ്ങളെല്ലാം ഞാൻ ആരാധിക്കപ്പെടുന്ന ഒരാളായി ജനങ്ങൾ എന്നെ ചിത്രീകരിച്ചു, ജനങ്ങൾ എന്നെ ആരാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി ശഫാഅത്ത് ചോദിക്കാൻ മടിയുണ്ട്. അതുകൊണ്ട് വലാകിനി ഉത്തു മുഹമ്മദ, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെല്ലുക. കാരണം അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു ആളായിട്ടില്ല എന്നത് ഈസാ നബിക്ക് വരെ അറിയാം. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലായിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ പോലും ആരാധിച്ചിട്ടില്ല, ആരാധിക്കുകയുമില്ല. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി ഈ അള്ളാഹുവിന്റെ റസൂൽ ആരാധിക്കപ്പെടുന്ന ഒരു ആൾ ദൈവമായിട്ടില്ല എന്നുള്ളത്. പക്ഷെ വഹാബികൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ ആൾ ദൈവമാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ പറയുന്ന സംഭവം സുനൻ തിർമുദിയിലെ 3148 ഹദീസാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ ഈസാ നബി അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂലിനെ ആരാധിക്കപ്പെടുന്നില്ല എന്നുള്ളത്, ഒരിക്കലും ആരാധിക്കപ്പെടുന്നില്ല. എന്നാൽ വഹാബികൾ പറയുന്നു റസൂലുള്ളാഹിനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പ്രിയമുള്ള സഹോദരന്മാരെ, ഇവർ ആരെയാണ് ഈ കബളിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത്? മങ്കൂസ് മൗലിദ് അങ്ങനെ ഒരു പ്രകടമായ വാക്കുകൾ എവിടെയുമില്ല.
ഇവർ വിശദീകരിച്ചുകൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമേ അതിലുള്ളൂ, ഒരിക്കലുമില്ല. ഇനി ഇവർ പറയുന്ന വരികളും അതിലുള്ള കള്ളത്തരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. മുസ്ലിയാർ ചോദിക്കുന്നത് ഒന്നല്ല ഒന്നിലധികം വരികൾ കാണിക്കാൻ പറ്റും. നിങ്ങളുടെ വിശദീകരണങ്ങൾ കൊണ്ട് എന്തിനും സാധിക്കും. അതിനെ പട്ടിയാക്കുന്ന രീതിയിൽ എത്രയും നിങ്ങൾക്ക് വിശദീകരിച്ച് ചിത്രീകരിച്ചുണ്ടാക്കാം. പക്ഷേ യാഥാർത്ഥ്യത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മങ്കൂസ് മൗലിദ് പോലെയുള്ള മൗലൂദുകളിലും അതുപോലെയുള്ള മാലകളിലും ഒട്ടനവധി വരികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിനോട് തേടേണ്ടുന്ന, ഇലാഹിനോട് മാത്രം തേടേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ നബിയോട് തേടുന്നുണ്ട്. അത് നിങ്ങൾ നബി ഇലാഹല്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് അത് ശിർക്കല്ലാതാകുന്നില്ല. അത് കൊടുത്ത അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം കളവ് പറഞ്ഞിട്ടുണ്ട് എന്നാണോ ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്? എന്നാൽ നിങ്ങളുടെ മങ്കൂസ് മൗലിദിൽ അത്തരം വരികൾ ഉണ്ടോ എന്നാ ചോദിക്കണത്. ഇല്ലേ? മങ്കൂസ് മൗലിദിൽ പറയുന്നൊരു വരിയല്ലേ, യാ സയ്യിദി സാദാത്തി ജിഅ്തുക ഖാസിദ അർജു ഹിമാക ഫല തുഖയ്യിബ് മഖ്സദി വൽ മുഫ്രദൽ മൻകൂർ വൽ മുദാഫ വശിബ്ഹും സിബ് ആദിമൻ ഖിലാഫ എന്ന് അൽഫിയൽ പറഞ്ഞത് കാണാം. മുനാദ മുദാഫിന് നസ്ബാണ് മൗലവി. യാ സയ്യിദി സാദാത്തി എന്നല്ല, യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദ എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ വായിക്കുന്നതൊക്കെ ഷിർക്കാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈസാ നബി അലൈഹി സ്വലാമിന് നിങ്ങൾ ഈ പറയുന്ന ഷിർക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, വലാകിനിതു മുഹമ്മദ, ജനങ്ങളൊക്കെ എന്നെ ആരാധിച്ചു, ഞാൻ ആരാധിക്കപ്പെടുന്ന ഒരാളായി, അതുകൊണ്ട് നിങ്ങൾ വലാകിനിതു മുഹമ്മദ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അരികിലേക്ക് ചെല്ലണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സംശുദ്ധനാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും എല്ലാ അമ്പിയാക്കളും അള്ളാഹുവിന്റെ റസൂലിന്റെ അടിയിലേക്ക് ശഫാഅത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ ഉള്ളിലുള്ള ഉൾസാരങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹം വന്നുകൊണ്ട് വീണ്ടും മറുപടി എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ നബി കേൾക്കുന്നു പറയണേ, അള്ളാഹ് നബിക്ക് കൊടുത്ത കഴിവുണ്ടെന്നോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്നോ ആര് പറഞ്ഞു? അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഒരു വിളി കേൾക്കുവാനും ഉത്തരം ചെയ്യാനും കഴിയുന്നവൻ അള്ളാഹ് മാത്രമാണ്. ആ ഒരു കഴിവ് അള്ളാഹ് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. എവിടെ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഇനിയൊന്നും കേൾക്കുകയില്ല, വിവിധങ്ങളാകുന്ന പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്രമാത്രം വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോ നിസ്കാരത്തിനും അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നില്ലേ? അത്തഹിയാത്തിൽ, അവസാനത്തെ തശഹുദിലും അല്ലാത്തപ്പോഴും ഒക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ, ഓ നബിയായിട്ടുള്ളവരെ അങ്ങേക്ക് സലാം എന്ന് പറയാതെ ഏത് നിസ്കാരമാണ് ഇവിടെ പൂർത്തിയാകുന്നത്? അങ്ങനെ ഓരോ നിസ്കാരത്തിനും അള്ളാഹുവിന്റെ റസൂലിനെ നാം വിളിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ നാനാജാതി വിവിധങ്ങളാകുന്ന പ്രദേശങ്ങളിൽ നിന്നും, ഭൂമിയുടെ വ്യത്യസ്തമാകുന്ന പ്രദേശങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്. ഇതൊന്നും അപ്പൊ ഇവരുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നെ നമുക്ക് ശിർക്ക് പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂൽ തന്നെ ശിർക്ക് പഠിപ്പിച്ചു എന്ന് പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇതൊക്കെ തനിച്ച സഫാഹത്തല്ലാതെ വേറൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ആവശ്യപ്പെട്ട മൗലവിയോട് പറയാനുള്ളത്, ഇതൊക്കെ കേവലം സഫാഹത്ത് മാത്രമാണ്, കേവലം ആരോപണങ്ങൾ മാത്രമാണ്. മങ്കൂസ് മൗലിദിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ല. മങ്കൂസ് മൗലിദ് കൃത്യമാണ്, അതിൽ യാതൊരു പ്രയാസവുമില്ല. അത് ചൊല്ലുന്ന ഞങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആരോപിക്കുന്ന ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ ആരും ഇലാഹാക്കുന്നില്ല, ഇലാഹായി ചിത്രീകരിക്കുന്നില്ല. നിങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങളെല്ലാം അത് നിങ്ങളുടേതായ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ ഇലാഹാണ് എന്ന നിലക്ക് പ്രകടമായി മനസ്സിലാക്കുന്ന ഒരു വരി കാണിച്ചതാ. ഏതെങ്കിലും ഒരു വരി എടുത്തുകൊണ്ട് നിങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇതാ ഇലാഹാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇലാഹായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വരി നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ.